നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. കേരളത്തെ നടുക്കിയ ചെറിയനാട് ഭാസ്കര കാരണവർക്ക് വധക്കേസിലെ പ്രതി ഷെറിൻ CPMലെ ഉന്നതരുടെ സ്വാധീനം കൊണ്ട് പുറത്തിറങ്ങാനുള്ള ശ്രമത്തിന് ഗവർണർ ആർലേക്കറിന്റെ വെട്ട്. മന്ത്രിസഭയുടെ ശുപാർശ മാത്രം അടിസ്ഥാനമാക്കി തടവ് പുള്ളികൾക്ക് ശിക്ഷയിളവ് നൽകുന്നതിനുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് രാജ്ഭവൻ രംഗത്ത് വന്നതോടെ ഷെറിന്റെ ജയിൽ മോചനം അവതാളത്തിൽ. കാരണവർ വധക്കേസ് പ്രതി ഷെറിൻ ഉൾപ്പെടെ 5 തടവ് പുള്ളികളുടെ ശിക്ഷ ഇളവ് സംബന്ധിച്ച് മന്ത്രിസഭാ ശുപാർശ തിരിച്ചയച്ച് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പിന് മറുപടി നൽകിയിരിക്കുകയാണ്. ഇളവ് നൽകുന്ന കാര്യം പരിഗണിക്കുന്നതിന് 12-ന് മാർഗരേഖ രാജ്ഭവൻ തയ്യാറാക്കുകയും ചെയ്തു. കാരണവർ വധക്കേസിലെ പ്രതി ഷെറിന്റെ മോചന ഫയലും ഇതിൽപ്പെടും. രാജ്ഭവൻ നിർദ്ദേശിച്ച മാതൃകയിൽ ഇവരുടെ ശുപാർശ വീണ്ടും സർക്കാർ നൽകേണ്ടി വരും. ശിക്ഷ ഇളവ് നൽകേണ്ട പ്രതി ചെയ്ത കുറ്റം, ലഭിച്ച ശിക്ഷാ കാലയളവിൽ എത്ര വട്ടം പരോൾ ലഭിച്ചു എന്നതിന്റെ വിശദാംശങ്ങൾ, ജയിലിലെ പെരുമാറ്റവും മറ്റും പരിശോധിച്ച് ജയിൽ ഉപദേശക സമിതിയുടെ റിപ്പോർട്ട്, മോചനം ലഭിച്ച പ്രതി പുറത്തിറങ്ങിയാൽ വീണ്ടും കുറ്റകൃത്യത്തിൽ ഏർപ്പെടാനുള്ള സാധ്യത പരിശോധിക്കുന്ന സാമൂഹിക ആഘാത റിപ്പോർട്ട് എന്നിവയുടെയൊക്കെ സംക്ഷിപ്ത നൽകണം. പ്രതിക്ക് മുൻവൈരാഗ്യമുള്ളവർ നാട്ടിലുണ്ടെങ്കിൽ അവർ നേരിട്ടേക്കാവുന്ന ഭീഷണി സംബന്ധിച്ചുള്ള വിവരങ്ങളും കണക്കിലെടുക്കും. സാധാരണ നിലയിൽ മന്ത്രിസഭാ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ ശിക്ഷാ ഇളവിനുള്ള ശുപാർശ അംഗീകരിക്കുകയാണ് പതിവ്. എന്നാൽ ജയിലിൽ കുറ്റകൃത്യം ചെയ്തവർക്ക് വരെ ഇളവിനായി ശുപാർശ ചെയ്ത സംഭവമുണ്ടായി. ചിലർ കൂടുതൽ തവണയും കൂടുതൽ ദിവസങ്ങളും പരോൾ ലഭിക്കുന്നുണ്ട്. കാരണവർ വധക്കേസിൽ കൂടുതൽ പരോൾ ആനുകൂല്യം ലഭിച്ച ഷെറിന് ശിക്ഷാ ഇളവിനായി മന്ത്രിസഭ ശുപാർശ ചെയ്തപ്പോൾ അവരെക്കാൾ കൂടുതൽ കാലം ജയിൽ ശിക്ഷ അനുഭവിച്ചവർക്ക് സമാന ആനുകൂല്യം ലഭിച്ചിട്ടില്ല. രാഷ്ട്രീയ പരിഗണനയുടെ പേരിലും ശിക്ഷാ ഇളവ് ശുപാർശ ചെയ്യാറുണ്ട്. ഇത്തരം വിഷയങ്ങൾ സുതാര്യത ഉറപ്പാക്കാനാണ് മാർഗരേഖയ്ക്ക് രാജ്ഭവൻ രൂപം നൽകിയത്. ഷെറിന് പരോൾ അനുവദിക്കുന്നതിൽ സർക്കാർ ഒരു കുറവും വരുത്തിയിട്ടില്ലെന്നും നിലവിൽ തന്നെ ആരോപണമുണ്ട്. കൂടാതെ ജയിലിനുള്ളിലെ പെരുമാറ്റവും മോശമാണ്. സഹ തടവുകാരെ മർദ്ദിച്ച നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശിക്ഷാ ഇളവിന് സർക്കാർ ശുപാർശ ചെയ്തതിന് പിന്നാലെ സഹ തടവുകാരിയെ മർദ്ദിച്ചതിന് ഷെറിനെതിരെ കേസെടുത്തിരുന്നു. സ്വാധീനത്തിന്റെയും രാഷ്ട്രീയ പരിഗണനയുടെയും പേരിൽ നൽകുന്ന ശിക്ഷ ഇളവുകൾ അവസാനിപ്പിക്കാനാണ് രാജ്ഭവന്റെ തീരുമാനം. കാരണവർ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഷെറിനെ ശിക്ഷ ഇളവ് ചെയ്ത് വിട്ടയക്കാനുള്ള അപേക്ഷ പരിഗണിച്ച ജയിൽ ഉപദേശക സമിതി അനുകൂല തീരുമാനമെടുത്തത് ഷെറിന്റെ അപേക്ഷയിൽ മാത്രമായിരുന്നു. മാസങ്ങളായി പരോൾ ലഭിക്കുന്നില്ലെന്നും പരോൾ അനുവദിക്കണമെന്നും കണ്ണൂർ വനിതാ ജയിലിലെ മറ്റു 2 തടവുകാർ നൽകിയ അപേക്ഷയെല്ലാം തള്ളുകയാണ് ഉണ്ടായത്. നല്ല നടപ്പുകാരി എന്ന് ഇപ്പോൾ ജയിൽ വകുപ്പ് അംഗീകരിക്കുന്ന ഷെറിനെ മുൻപ് 2 ജയിലുകളിൽ നിന്നും മാറ്റിയത് ജീവനക്കാരുടെയും സഹ തടവുകാരുടെയും പരാതിയെ തുടർന്നാണ്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയവേ പരാതിയെ തുടർന്ന് ആദ്യം വിയൂരിലേക്കാണ് മാറ്റിയത്. ഇവിടെ ജോലി ചെയ്യാൻ മടി കാണിച്ചതിന് ജയിൽ ജീവനക്കാരുമായി പ്രശ്നങ്ങളുണ്ടായി. ഇതേ തുടർന്നാണ് കണ്ണൂർ വനിതാ ജയിലിൽ എത്തിച്ചത്. പ്രതികൾ ശിക്ഷിക്കപ്പെട്ടാൽ റിമാൻഡ് കാലാവധിയും ശിക്ഷാ കാലാവധിയും കണക്കാക്കും. അതനുസരിച്ച് 2009 നവംബറിൽ റിമാൻഡിലായ ഷെറിൻ 2023 നവംബർ 14 വർഷം തികച്ചു. പിന്നീട് ആദ്യം ചേർന്ന ജയിൽ ഉപദേശക സമിതിയിലാണ് ഷെറിന്റെ അപേക്ഷ പരിഗണിച്ചത്. ഭാസ്കര കാരണവർ വധക്കേസിൽ പ്രതിയായ മരുമകൾ ഷെറിനെ വിട്ടയക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിൽ ബന്ധുക്കൾ കൂടിയാലോചിച്ച് നിയമ നടപടി സ്വീകരിക്കും. കാരണവരുടെ ബന്ധുവും കേസിലെ 1ാം സാക്ഷിയുമായ അനിൽകുമാർ ഓണംപള്ളിൽ വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യം. ഷെറിന് മാത്രം ശിക്ഷയിളവ് ലഭിച്ചതിന് പിന്നിൽ ഉന്നതരുടെ സ്വാധീനമുണ്ടെന്ന് കരുതണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആനന്ദ് മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.